വടക്കൻ വീരഗാഥ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ ഉണ്ണി കോന്നാർ എന്ന വേഷം ചെയ്ത ദേവൻ സാറാണ്. വെൽക്കം സർ. നാളെ ഷൂട്ടിംഗ് ഉണ്ട്, താനാണ് ആ റോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, സോറി, എന്നെ വിളിക്കരുത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. വരട്ടെ. എനിക്ക് പറ്റുമല്ലോ, എന്തത് ഇതേപോലെ ചെയ്താൽ പോരെ? അങ്ങനെ പറഞ്ഞോണ്ട് മമ്മൂക്ക, ലാലേട്ടൻ ഇവരെ വെച്ച് തന്നെ ആദ്യകാലങ്ങളിൽ കമ്പയർ ചെയ്യപ്പെട്ടൊരു നടനാണ് ശരിക്കും ദേവൻ എന്നൊരു സിനിമാ താരം. എൻ്റെ ഓപ്പോസിറ്റ് മമ്മൂട്ടി നിൽക്കുന്നുണ്ട്, മോഹൻലാൽ നിന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ക്യാരക്ടേഴ്സാണ്. എനിക്ക് അവരെ കാണുമ്പോൾ ഭയം വന്നാൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. അവരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഞാൻ അറിയപ്പെടുന്ന 4 ലാംഗ്വേജിലും അറിയപ്പെടുന്ന ഒരു വില്ലൻ കഥാപാത്രത്തിൻ്റെ ദേവനാണ്. ആക്ഷൻ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ദേവനല്ലാതാവും. ദേവനാണെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതും ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതും വില്ലൻ വേഷങ്ങളാണ്. അതിൻ്റെ ഒരു സുഖം വേറെ ഒന്നിനും കിട്ടില്ല. കാരണം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ടെറിഫിക് ആയിട്ട് ഭയങ്കര നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഇട്ടിട്ട് കണ്ടാലല്ലോ നമ്മളെ വളരെ ഹാപ്പി. മുണ്ട് കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ ഇരിക്കണ്ട, അതന്നെ ഞാൻ മുണ്ട്, നീ മുണ്ട്. താമരശ്ശേരി എന്ന് പറയില്ലേ, താമരശ്ശേരി ഇപ്പോഴും അത് ആ താമരശ്ശേരി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ശരിയാണ്. അയാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് നമ്മളെ കരയിക്കും. അയാളുടെ പെർഫോമൻസ് കൊണ്ടാണത്. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ല നടൻ ചോദിച്ചാൽ ഞാൻ പറയാം മമ്മൂട്ടിയാണെന്ന് പറയും. പണ്ട് വിവരമുള്ളവർ പറഞ്ഞത് അവിശ്വാസികൾക്ക് പകരം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അപ്പോൾ അതിനർത്ഥം വിശ്വാസമുള്ള മുസ്ലിമിന് പോവാമെന്നാണോ? പോവാം, പക്ഷെ അത് പോവാമല്ലോ. ഹിന്ദു മോസ്കിൽ പോവും, ചർച്ചിൽ പോവും, എവിടെ വേണമെങ്കിലും പോവും. എടാ നിനക്ക് എന്നെ കാണുമ്പോൾ നീ ഓം നമഃ ശിവായ പറയാൻ പറ്റും, അത് ശരിയാവില്ലല്ലോ. ഇത് അത് അവരുടെ വിശ്വാസങ്ങളാണ്. മലയാളത്തിൻ്റെ ബാഹുബലിയാണ് വടക്കൻ വീരഗാഥ. ഹായ്, ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ്. 3.5 പതിറ്റാണ്ട് കാലത്തെ പ്രൗഢിയും പ്രതാപവും പേരുന്ന മലയാള സിനിമാ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട പേരാണ് ഒരു വടക്കൻ വീരഗാഥ. ഈ ഫെബ്രുവരി 7 വടക്കൻ വീരഗാഥ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ ഇന്ന് എൻ്റെ കൂടെ സംവദിക്കാനുള്ളത് അവരുടെ ആ ഒരു സിനിമയിൽ ഉണ്ണി കോന്നാർ എന്ന വേഷം ചെയ്ത ദേവൻ സാറാണ്. വെൽക്കം സർ. എന്തുണ്ട് സർ വിശേഷം? സുഖമായിരിക്കുന്നു. വളരെ ഞാനും എക്സൈറ്റഡ് ആണ് അബൌട്ട് ഇതിൻ്റെ റീ റിലീസ് വിത്ത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ഒരു സാധനം. ഇപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, ഈ 4K അറ്റ്മോസിൽ വരിക, കാരണം നമ്മളൊക്കെ മുമ്പ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടതാണ് സാർ. അപ്പോൾ ശരിക്കും ഇപ്പോൾ കാണണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ റിലീസ് വരികയാണ്. അപ്പോൾ ഇപ്പം കണ്ടാൽ അതിൻ്റെ ആ ഒരു പുതുമ വേണ്ട, നഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു സാറും വെയിറ്റിങ്ങിലാവും. അത് എല്ലാവരും വെയിറ്റ് ആണ്. ഞാൻ കുറേ ഇപ്പം ഞങ്ങളുടെ ആ സെറ്റിൽ, ഈ ബാബയുടെ സെറ്റിൽ ഞാൻ എൻ്റെ എല്ലാം അതിൻ്റെ ഡയറക്ടേഴ്സൊക്കെ വളരെ ചെറുപ്പമാണ്. ഒരു 28 വയസ്സുള്ള ഡയറക്ടറും എഡിറ്ററും പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഈ സംഗതി പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അവർ ഓൾറെഡി വെയിറ്റിംഗ്. അവർ പറഞ്ഞു വെച്ചാൽ ഇത് ഞങ്ങൾ വളരെയധികം ഇത് കേട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. പക്ഷേ ഇപ്പോൾ കാണാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റോട് കൂടിയിട്ടില്ല, പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സാധനം അവർ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ. കാരണം അവരൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സാണ്. അങ്ങനത്തെയുള്ള മേക്കേഴ്സ് വരെ വെയിറ്റ് ചെയ്യാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. അതെ, ശരിക്കും MT പോലെ ഒരു തിരക്കഥാകൃത്ത്, ഹരിഹരൻ സാറിനെ പോലെ ഒരു സംവിധായകൻ്റെ സിനിമ. സർ, ശരിക്കും ഒരു KCU കാരനായിരുന്ന കോളേജ് വിദ്യാർത്ഥിയിൽ നിന്നും വെള്ളം എന്നൊരു സിനിമ, അത് MDയോട് പറയാനുള്ളൊരു കാരണം, ഇതൊക്കെ ഒരു വഴി വെച്ചിട്ടുണ്ടോ ശരിക്കും ഉണ്ണി കോന്നാറിലേക്ക് എത്താൻ? ഇല്ല, ഉണ്ണി കോന്നാറിലേക്ക് എത്താനായിട്ട് അങ്ങനെയൊന്നും ആയിട്ടില്ല. അത് ഹരിഹരൻ സാറാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു റോളുണ്ട്, അത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഹരിഹരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹരിഹരൻ സാർ എന്ത് പറയുന്നത് അത് ഞാൻ ഉടനെ അനുസരിക്കും. അതിനകത്തൊരു ഒരു ഹെസിറ്റേഷനില്ല. കാരണം അദ്ദേഹം ഞാൻ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഞങ്ങൾ വെള്ളം എന്ന സിനിമയുടെ കാലഘട്ടത്തിലുള്ള ഒരു പരിചയമാണ്. അത് ഒരു നിർമ്മാതാവും ഒരു ഡയറക്ടറും എന്ന ഇതിലുപരി വളരെ സൗഹാർദ്ദത്തോടും വളരെ സ്നേഹത്തോടും കൂടിയിട്ട് ഇന്നും അന്നും ഒക്കെ ഞങ്ങൾ ഒരുപാട് ഓർമ്മകളുണ്ട്. അദ്ദേഹത്തെ കൂടിയിട്ടുള്ള ഞങ്ങൾ ഒരുപാട് സംഗതികൾ, അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ,
പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് ഇതിലൊക്കെ അദ്ദേഹം ഒപ്പം നിന്നുകൊണ്ട് ആ സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഹരത് സാർ ഒരു റോള് തന്നാൽ എന്തിനാ എന്താ അങ്ങനെ എങ്ങനെയാണ് ചോദിക്കുന്ന ഒരു പ്രശ്നം കാരണം എനിക്ക് വലിയ വലിയ റോളുകൾ തന്നിട്ടുള്ള ആളല്ലേ. ആരണ്യകം എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങളൊക്കെ, പിന്നെ ഒരുപാട് പടങ്ങളുണ്ട്. അമൃതംഗമയ, പഞ്ചാഗ്നി, ഇതെല്ലാം ഹരിഹരൻ സാറിനെ സമ്മാനിച്ച എനിക്ക് സമ്മാനിച്ച അന്നത്തെ കാലത്ത് ഞാൻ ഒന്നുമല്ലാത്ത ഒരു ഈ അഭിനേതാവ് എന്ന നിലയ്ക്ക് ഒന്നുമല്ലാത്ത സമയത്ത് എനിക്ക് വലിയ റോളുകളൊക്കെ തന്ന ആളല്ലേ. ഓക്കെ സാർ, ഈ പണ്ടത്തെ സിനിമകളിൽ ഒരു നായക സങ്കല്പമുണ്ട്. ഇപ്പോൾ ആ ഒരു ഉടൽ മാതൃകകളൊക്കെ ഉടച്ചു വാർക്കുന്നുണ്ട് ആളുകൾ. ഇപ്പോൾ നിറമോ അല്ലെങ്കിൽ കുലമോ ജാതിയോ അല്ലെങ്കിൽ വർണ്ണമോ ഒന്നും മാറ്റർ ആവുന്നില്ല ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ. പക്ഷെ പണ്ടത്തെ കാലം അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് സുമുഖനും സുന്ദരനുമായ, ഇപ്പോൾ ഞാനൊരു കമൻറ്റ് വായിച്ചതാണ്, ശരിക്കും ദേവൻ എന്ന പേരിന് എന്തുകൊണ്ടും ആപ്റ്റായ ഒരാളാണ് പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ സാർ എന്നുള്ളത്. അത് ശരിക്കും സത്യമാണ്. ഞാൻ ഇപ്പോൾ ഒന്ന് നേരിട്ട് കാണുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ശരിക്കും വെള്ളം എന്ന സിനിമ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു തീരുമാനം എന്തായിരുന്നു എടുത്തത്? ഒരു അഭിനയിക്കാം എന്നതിനേക്കാൾ ഒരു പ്രൊഡ്യൂസർ ആവാം, ആദ്യത്തെ സ്റ്റെപ്പ് അതായിരുന്നു. അതെ അതെ, കാരണം ഞാനത് വാസ്തവത്തിൽ അന്ന് ഞാൻ ഈ നോവലിനെ പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളാണ്, വായന എഴുത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഈ നോവലിനെ പറ്റി അറിഞ്ഞപ്പോൾ, ഞാൻ വായിച്ചപ്പോഴൊക്കെ എൻ്റെ ആഗ്രഹം അത് സംവിധാനം ചെയ്യാനായിരുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, കിഴങ്ങാ, നിനക്ക് സംവിധായകം ചെയ്യാനായിട്ടുള്ള ഒരു അറിവുമില്ല, ഒരു പരിചയമില്ല, വെറുതെ ഈ സംവിധാനം എന്ന സാധനത്തിന് അത്ര നീ ഈസി ആയിട്ട് കാണരുത്, അത് ശരിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യമൊക്കെ എനിക്ക് തോന്നി എന്താ ഇവരെന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കാം. പക്ഷേ അവരെന്നോട് പിന്നെ അവർ കൺവിൻസ് ചെയ്ത് എൻ്റെ അടുത്ത് ഈ സംവിധാനം എന്ന് പറയുന്ന സാധനം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം മുഴുവൻ സംവിധാനത്തിലായിരുന്നു. അപ്പോൾ ഈ പ്രൊഡക്ഷനിൽ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, ഒരു സംവിധാനം ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു വലിയൊരു ഡയറക്ടറെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഹരത് സാറിൻ്റെ അടുത്ത് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഹരത് സാറെ മീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ഹരത് സാറിനെ മീറ്റ് ചെയ്യാൻ ശരിക്കും അമ്മാവനൊരു സഹായം? ഇല്ലില്ല, ഒരിക്കലും. ഇത് ഞാനെല്ലാം ഡയറക്റ്റായിട്ട് പോയി ഹിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് അത്രയും ആക്സസിബിൾ ആയിരുന്നു ആ കാലത്ത്? ആക്സസിബിൾ അല്ല. അപ്പോൾ എങ്ങനെയായിരുന്നു അത്? എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഞാൻ സംവിധാനം ചെയ്യാനുണ്ടെന്ന് തീരുമാനിച്ചു. കാരണം എന്നെ അവർ പറയും തനിക്ക് ചെയ്യാൻ പറ്റില്ലടോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഡിമോട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ പിന്നെ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് പടങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ മുതൽ അച്ഛനും അമ്മയും എന്നെ എല്ലാ സിനിമകളും കാണിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ട ഒരു സിനിമയാണ് ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എന്നൊരു സിനിമ ഉണ്ട്. ഭയങ്കര ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഫിലിമാണ്. അത് ഹരത് സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നമുക്ക് ഹരിഹരൻ സാറിനെ പോലെയുള്ള ഡയറക്ടർ, ഹരിഹരൻ സാറിനെ പോലെയല്ല, ഹരിഹരൻ സാറ് തന്നെ ഇത് ഡയറക്റ്റ് ചെയ്താലേ ഇത് നമ്മൾ വിചാരിച്ച പോലെ വരുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ ഫോൺ ചെയ്തു, ഈ ഡയറക്ടർ നോക്കി ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, എനിക്കൊന്ന് കാണണം, ഒരു പടത്തിനെ പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ രാവിലെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ അദ്ദേഹത്തിന്, ചെന്നൈയിലാണ് കേട്ടോ, ചെന്നൈയിൽ അദ്ദേഹം താമസിച്ചിരുന്നത് അഭിരാമപുരം എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ രാവിലെ ഒരു 7 മണിക്ക് ചെന്നു. അപ്പോൾ വാതിലിൻ്റെ മുമ്പിൽ ഒരു വീട്, വാതിലിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഈ കോളമ്പിൽ അമർത്തി. അപ്പോൾ അന്നൊക്കെ ഇതിന് റോഡ് 4 പാളികളുള്ള ഡോറാണ്. ഇവിടെ താഴെയും തുറക്കാം, മേലെ തുറക്കാം, 4 പാളി. പണ്ടത്തെ വീടുകൾ. അങ്ങനെ ഞാൻ നിന്നപ്പോൾ ഒരാൾ വന്നിട്ട് മേലത്തെ 2 പാളികൾ തുറന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം ഒരു ലുങ്കി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പം എന്നോട് ചോദിച്ചു, എന്തേ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, ഹരൻ സാറ് ഇന്നലെ വിളിച്ച ആളാണാ? ഞാൻ പറഞ്ഞു, അതെ. അപ്പം ഇരുട്ടാണ്, അകത്ത് കൂടെ ഇരുട്ടാണ്. അങ്ങനെ ഇദ്ദേഹം തുറന്നു. ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ തുറന്നപ്പോൾ വെളിച്ചം വന്നപ്പോൾ ആ ഒരു മുറിയുടെ ഒരു മൂലയിൽ ഒരു ടേബിള്, അതിനപ്പുറത്ത് ഒരു ചെയറിൽ ഒരാളിരിക്കുന്നു. ശരീരം മുഴുവൻ രോമങ്ങളാണ്. ഒരു ലുങ്കി മാത്രമേ എടുത്തിട്ടുള്ളൂ, ബെയർ ബോഡിയാണ്, ഒരു മുണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിൽ ഇതാണ് സംവിധായകൻ ഹരിഹരൻ. ഞാൻ പറഞ്ഞു, നമസ്തേ സാർ. ഭയങ്കര ടഫാണ്, ഭയങ്കര സ്ട്രിക്റ്റാണ്, ഭയങ്കര ടഫാണ്. എന്നെ നോക്കി, അടിപൊളി നോക്കി, ഇരിക്കാം.
ഞാൻ അവിടെ ഇരുന്നു. എന്താ കാര്യം? അപ്പം ഞാൻ ഇതും ഒരു ഈ വെള്ളത്തിൻ്റെ ഒരു നോവലിൻ്റെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. കൊണ്ടുപോയിട്ടുണ്ട്. കയ്യിലൊരു ചെക്ക് ബുക്ക് ഉണ്ട്. അഡ്വാൻസ് കൊടുക്കാൻ. അഡ്വാൻസ് കൊടുക്കാൻ ഓ ഫസ്റ്റ് തന്നെ. നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ കാര്യം. ഓക്കെ. അവിടെ ചെന്നു. എന്താ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഇതൊരു വെള്ളം എന്ന നോവലാണ് ഞാൻ വായിച്ചു, ഇത് സിനിമയാക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, അത് അങ്ങ് ഇത് സംവിധാനം ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അത് അപ്പോൾ എന്നെ കണ്ടിട്ട് ഇയാൾക്ക് പിടിച്ചിട്ടില്ല. ഇദ്ദേഹം പറയും ഇയാൾ എന്ത്, കാരണം സിനിമയുടെ യാതൊരു ഗ്രാമർ അറിയാത്തൊരു മനുഷ്യനാണ്. എന്തിനാ വന്നേക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അടുത്ത സെപ്റ്റംബർ 3-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്, അന്ന് നമുക്ക് ഷൂട്ടിംഗ് ആരംഭിക്കാം. അങ്ങോട്ട് പറയാനാണ്. അപ്പോൾ അദ്ദേഹം നോക്കി. അപ്പോൾ എന്നെ വാതിൽ തുറന്ന ഒരു വ്യക്തി അപ്പുറത്തുണ്ട്. അദ്ദേഹം എന്തുട്ടയ്യാൽ പറഞ്ഞേ, ഇത് ഈ സാധനം കൊണ്ടുവന്നിട്ട് താനൊരു ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക, 3-ാം തീയതി ചോദിക്കും, ഇതെങ്ങനെ സിനിമനെ പറ്റി ഒരു വിവരമുണ്ട് നിനക്ക് വരെ, ഇതൊക്കെ ഇയാൾ വായിക്കണം, ഇദ്ദേഹം സാറിത് വായിക്കണം, അതിത് ഇഷ്ടപ്പെടണം, ആർട്ടിസ്റ്റുകളെ കാണണം, സ്ക്രിപ്റ്റ് എഴുതണം, ഇതിനൊക്കെ ഒരു സമയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് താനങ്ങോട്ട് ഈ 3-ാം തീയതി ഫിക്സ് ചെയ്ത് വന്നിട്ട് എന്തത്? അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് വായിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാം റെഡി, എനിക്ക് ഓക്കെയാണ്, തനിക്കും ഓക്കെ ആയിട്ട്. അപ്പോൾ അരസാറൊന്നും മിണ്ടുന്നില്ല. അരസാർ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളിത് ബുക്ക് വെച്ചിട്ട് പൊക്കും, സാറിത് വായിക്കും, ഇഷ്ടപ്പെട്ട വിളിക്കാം, വന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ചെക്ക് ബുക്ക് എടുത്തു. സാർ എത്രയാണ് ആരോടാ ചോദിക്കുക? ഹരിഹരൻ എന്ന് പറഞ്ഞാൽ പുലിയാണ്, പുലി. അന്നൊക്കെ പുലിയായിരുന്നു. ആ പുലിയുടെ അടുത്ത് ഞാൻ പറയാണ് എത്ര ഇങ്ങനെ എങ്ങനെയാണ് നോക്കണം അദ്ദേഹം. അപ്പം അയാൾ തന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ, ഈ ചെക്ക് ബുക്ക് കൊണ്ട് ആളെ ഞെട്ടിക്കാൻ വന്നിരിക്കുക. അതല്ല, ഇതിനൊരു ഇതുണ്ടല്ലോ, ഒരു ഡീലാണല്ലോ, അപ്പോൾ അതിനൊരു അഡ്വാൻസ് തരണ്ടേ, അഡ്വാൻസ് തരാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും അരസറൊന്നും മിണ്ടില്ല, ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ വന്നിട്ടിരിക്കുക. അങ്ങനെ ഇത് എടുത്തു. അപ്പോൾ ഇയാൾ പറയുന്നത്, അപ്പോൾ താനേ ഇത് വെച്ചിട്ട് അങ്ങോട്ട് പോയിക്കോ, തൻ്റെ നമ്പറിൽ നിന്നു, സാറ് വായിക്കും, എന്നിട്ട് നമുക്ക് ചെയ്യണം, അങ്ങനെ മതി. അപ്പോഴാണ് സാറ് പറയുന്നത്, നിങ്ങൾ ആ ഫോൺ നമ്പർ ഇവിടെ എഴുതിച്ചു, ബുക്ക് കൂടെ വെച്ചു, ചെക്ക് കൊടുത്ത് കയ്യിൽ വയ്ക്കി, ചെക്ക് കൊടുത്ത് കയ്യിൽ വെച്ചു, ഞാൻ വായിച്ചിട്ട് വിളിക്കാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പോവല്ലേ? ഞാൻ പറഞ്ഞു പോകണം. അങ്ങനെ ഫസ്റ്റ് മീറ്റിംഗ്. പക്ഷെ നെക്സ്റ്റ് ഡേ അദ്ദേഹം എന്നെ വിളിച്ചു, വായിച്ചു തീർത്തു. ഒരു ദിവസം വായിച്ചു കൊടുത്തു. അത്ര വലിയ പടമാണ്. ശരിക്കും നോവലിസ്റ്റ് അല്ലെങ്കിൽ അത് എഴുതിയ ആളായിരുന്നു NN പിഷാരടി, പണ്ടത്തെ ഒരു നോവലാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. MT-യിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് പിന്നെ സാറ് പറഞ്ഞു നമുക്ക് MT-നെ കൊണ്ട് എഴുതിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ MT അടുത്ത് പോയി. MT ആദ്യം സമ്മതിച്ചില്ല, കാരണം വേറെ ആളുടെ സബ്ജക്റ്റ് ചെയ്യാറില്ല. അങ്ങനെ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് എഴുതി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എഴുതുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഇൻവോൾവ് ആയി ഇതിനകത്ത്. അദ്ദേഹം തന്നെ സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം വെച്ച് അങ്ങനെ ഉണ്ടായത്. ശരി. അപ്പോൾ ഈ വെള്ളം എന്ന സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചു, അവസാനം അതിൻ്റെ പ്രൊഡ്യൂസറായി. അതിൻ്റെ ഇടയിൽ ഒരു കഥ കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ഷൂട്ട് മുടങ്ങുകയും ആ ഷൂട്ടിൻ്റെ മുടക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നായകനാകുകയും ചെയ്തു. അങ്ങനെ ഉണ്ടോ? സത്യമാണോ ശരിക്കും? ഇല്ലില്ല. അതിൽ ആ സിനിമയിൽ ഒരു റോൾ ഉണ്ടായിരുന്നു. അത് രണ്ട് ജനറേഷൻ്റെ കഥയാണ്. ഓക്കെ. അതായത് കമ്മ്യൂണിസത്തിൻ്റെ ഈ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയും കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയും. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യമായ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അതിൽ സെക്കൻഡ് ജനറേഷനിലുള്ളൊരു ക്യാരക്ടറുണ്ട്, തമ്പി എന്ന ക്യാരക്ടർ. ആ തമ്പി എന്ന ക്യാരക്ടർ അപ്പോൾ എൻ്റെ അടുത്ത് ഷൂട്ടിംഗ് സമയത്ത് അരൻ സാറും മെല്ലി റാണിയായിരുന്നു ക്യാമറമാൻ. അവർ തീരുമാനിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണെന്ന്. അപ്പം അവരെ ധാരണ ഒരു പക്ഷേ ഇയാൾ അഭിനയിക്കാൻ വേണ്ടി വന്നായിരിക്കും എന്ന് വിചാരിച്ചു. എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല, ആഗ്രഹമില്ല.
അങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ നാളെ ഷൂട്ടിംഗ് ഉണ്ട്, താനാണ് ആ റോള് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു സാർ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, എനിക്ക് സോറി, എന്നെ വിളിക്കരുത്. അങ്ങനെയാണ് പെട്ടെന്ന് ഹരൻ സാറ് സത്താറിനെ വിളിച്ചിട്ട് സത്താറാണ് ആ റോള് ചെയ്തത്. അല്ലാതെ ഞാൻ അതിനകത്ത് നായകനായിട്ട് അഭിനയിച്ചു. അതിലല്ല സർ, വേറെ ഏതെങ്കിലും സിനിമയിൽ നായകനായി അത് ശരിയാണ്, അത് കറക്റ്റാ. ആ സമയത്താണ് ഞാൻ ഇയാള് രാജസേനന്റെ പടം, രാജസേനനും തുളസിദാസും കൂടി, രാജസേനൻ ഡയറക്ഷൻ, തുളസിദാസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു പടമുണ്ട്, അത് ആഗ്രഹം. അല്ല അപ്പോഴും ശരിക്കും അഭിനയം എന്നൊരു പ്രഹേളിലേക്ക് വരാനല്ല, വന്നതല്ല, പൈസ വേണമായിരുന്നു. പൈസ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാനാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ആരായിരിക്കും ശരിക്കും ദേവൻ നിങ്ങൾക്ക് അത്തരം ഒരു ക്വാളിറ്റി ഉണ്ട്, യു ക്യാൻ ആക്ട് എന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തി ആരായിരിക്കും? അങ്ങനെ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഹരൻ സാറാണ്. ഹരിഹരൻ സാറാണ് അത്. ഈ അതായത് സെക്കൻഡ് ഡേ പറഞ്ഞു അന്ന്? അല്ല, സെക്കൻഡ് ഡേ അല്ല, അതിനുശേഷം വെള്ളം ഫെയിലിയറായിപ്പോയി, അത് നന്നായിട്ട് ഓടിയില്ല, കാശൊക്കെ പോയി. അതിനുശേഷം ഞാൻ 2-3 പടത്തിൽ അഭിനയിച്ചു, ചെറിയ പടത്തിൽ അഭിനയിച്ചു. അങ്ങനെ ഹരൻ സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താനൊരു കാര്യം, അന്ന് ഞാൻ പറഞ്ഞാൽ താൻ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഒരു പടം വരുന്നുണ്ട്, അമൃതംഗമയ, അത് മോഹൻലാലിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വില്ലൻ ക്യാരക്ടറുണ്ട്, അമൃതംഗമയ, അത് MT യുടെ തന്നെ സ്ക്രിപ്റ്റ്, അതിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വില്ലൻ സാറേ എൻ്റെ ഈ മോന്ത വെച്ചിട്ട് ഈ വില്ലൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആണ് ഹരൻ സാറ് പറഞ്ഞത്, ഈ മോന്തയുടെ ഷേപ്പല്ല വില്ലനും നായകനാവുന്നത്, അതിനൊരു പ്രത്യേക ഇതുണ്ടായിരുന്നു, അത് നിങ്ങളുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും വെച്ചിട്ടാണ്. അപ്പോൾ ഈ വെച്ചിട്ട് വില്ലനും കളിക്കാം, നായകനും ആവാം, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ആദ്യം തന്നെ അതിൻ്റെ താടി ഒന്ന് പിടിച്ച്, അപ്പം അന്ന് എനിക്ക് ഇതേപോലെ താടി ഉണ്ടായിരുന്നു, ആ താടി ഒന്ന് വലിച്ചു കളയാനും, ഒരു മീശ വെക്കണം, ഒരു കൊമ്പ് മീശ വെച്ചാൽ മതി. ഒരു റോയൽ എൻഫീൽഡ് ഒരു ബൈക്കുണ്ട്, അത് അങ്ങനെയാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് തനിക്ക് അഭിനയിക്കാൻ പറ്റും, അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. പിന്നെ അതിനുശേഷം ഞാൻ എനിക്ക് കൂടുതൽ കുറച്ചും കൂടിയും ഒരു ഇത് തന്നത്, കോൺഫിഡൻസ് തന്നത്, ഞാൻ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുന്ന സിനിമ ചെയ്തിരുന്നു. ആ സിനിമ അതൊരു ഒരു നല്ലൊരു കഥാപാത്രം നമുക്കൊക്കെ തോന്നുന്നൊരു സിനിമയാണ്. ആ സിനിമയിൽ എന്നെ പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് എടുത്തു കഴിഞ്ഞപ്പോൾ പക്ഷെ അന്നൊന്നും ഞാൻ സീരിയസ് അല്ലായിരുന്നു അഭിനയത്തിൻ്റെ കാര്യത്തിൽ. ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഭരതൻ ചേട്ടനാണ് അതിൻ്റെ സംവിധായകൻ, ജോൺ പോളാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഭരതൻ പറഞ്ഞു, നീയേ ഇങ്ങനെ ഇപ്പം താടിയൊക്കെ ഉണ്ടായിരുന്നു, നീയേ സീരിയസ് അവിടെ എനിക്ക് പറ്റുമല്ലോ, എന്തത് ഇതേപോലെ ചെയ്താൽ പോരെ, ഇതാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ജോൺ പോൾ വന്നിട്ട് പറഞ്ഞു, അതെ ഭരതൻ പറയുന്നത് ശരിയാണ്, നമുക്ക് ഇപ്പോൾ ഇവിടെ മോഹൻലാലും മമ്മൂട്ടിയും നായകന്മാരാണ്, ഇനിയും 2-3 നായകന്മാർക്ക് ഇവിടെ ചാൻസ് ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്, അത് ദേവൻ വിചാരിച്ചാൽ പറ്റും, നായകനാകുമ്പോഴൊരു ചാൻസ് ഉണ്ട്, എന്തുകൊണ്ടത് ചെയ്തുകൂടാ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ, ഇപ്പം ഞങ്ങൾ ഈ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങോട്ടത്തിലെ ഈ ക്ലൈമാക്സ് ഞങ്ങൾ കണ്ടല്ലോ, നടനെ കണ്ടല്ലോ, അത് ഞങ്ങൾ നല്ലൊരു നടനെ കണ്ടു, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, പക്ഷേ സീരിയസ് ആവണം, വെറുതെ തമാശ കളിക്കരുത്. അങ്ങനെ ഞാൻ 2ാമത് പ്രാവശ്യം കിട്ടി. അതാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. ആദ്യം ഹരിഹരൻ സാറാണ് പറഞ്ഞത്, പിന്നെ ഇവരും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെയ്യാമെന്ന്. ഈ സിനിമാ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സാറിൻ്റെ ഫിലിമോഗ്രഫി നോക്കുമ്പോഴൊക്കെ സാർ ഇപ്പോൾ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ ഇവരെ വെച്ച് തന്നെ ആദ്യകാലങ്ങളിൽ കമ്പയർ ചെയ്യപ്പെട്ടൊരു നടനാണ് ശരിക്കും ദേവൻ എന്നൊരു സിനിമാ താരം. പക്ഷെ അപ്പോഴും സാറ് പറയുന്ന സമകാലിക ഇൻ്റർവ്യൂസിലൊക്കെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും അവരെ കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, കാരണം ഞാൻ അവരുടെ എത്രയും കഴിവുള്ള നടനായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ അപ്പോഴും നിരൂപകരടക്കമുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ, സിനിമ പ്രേക്ഷകരായ ആസ്വാദകരായ ആളുകൾക്ക് ഒരിക്കലും താങ്കളൊരു നടനല്ല, അല്ലെങ്കിൽ താങ്കൾ അത്തരത്തിൽ ഉയരാൻ സാധ്യതയില്ലാത്തൊരു നടനാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ശരിക്കും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ സാറിന്റെ മനസ്സിൽ എപ്പോഴും ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? അങ്ങനെ ഒരു അവരോട് അടുത്ത് എനിക്കൊരു കോമ്പറ്റീഷൻ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഈ കോമ്പറ്റീഷൻ എപ്പോഴും ഞാൻ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ ചില ആർട്ടിസ്റ്റുകൾ ഒക്കെ പറയുമല്ലോ, കാരണം നിങ്ങൾ മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ട്
എങ്ങനെ ധൈര്യപൂർവ്വം അഭിനയിച്ചു, അല്ലെ മോഹൻലാലിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയായില്ലേ, നിങ്ങൾ വിറച്ചില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചില ആർട്ടിസ്റ്റുകളും ചില നായികമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ മോഹൻലാലിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ എൻ്റെ വിറച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാമെന്നറിയാതെ ലാലേട്ടൻ്റെ കണ്ടതോടുകൂടി ഞാൻ ആകെ വേർത്ത് പോയി, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് മമ്മൂട്ടിനെ കണ്ടതോടുകൂടി മമ്മൂക്കിനെ കണ്ടതോടുകൂടി ഞാൻ ആകെ അങ്ങ് എൻ്റെ ഈശ്വര ഞാൻ അങ്ങനെയൊക്കെ ആയി പോയി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എൻ്റെ ഓപ്പോസിറ്റ് മമ്മൂട്ടി നിൽക്കുന്നുണ്ട്, മോഹൻലാൽ നിന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ക്യാരക്ടേഴ്സാണ്. എനിക്ക് അവരെ കാണുമ്പോൾ ഭയം വന്നാൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, മനസ്സിലായി. എനിക്ക് പെർഫോം ചെയ്യണമെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് വേണം. അത് എൻ്റെ മുമ്പിൽ ആരാണെന്നുള്ളതല്ല. അമിതാഭ് ബച്ചൻ വന്നാലും രജനീകാന്ത് വന്നാലും മമ്മൂട്ടി വന്നാലും മോഹൻലാൽ വന്നാലും ഞാനും ദേവനല്ലാണ്ടാവാണ്, മനസ്സിലായില്ലേ. ഇപ്പം ദേവന് അവിടെ പേടിയുണ്ടാവാം, പക്ഷെ ഞാൻ അവിടെ ദേവനല്ലല്ലോ. അതാണ് എൻ്റെ സൈക്കോളജി അതാണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഭയമേ ഇല്ല. അല്ലല്ല ഞാൻ അവരുടെ അടുത്ത് ഒരു കോമ്പറ്റീഷൻ എനിക്ക് തോന്നിയിട്ടേ ഇല്ല, ഇന്നുമില്ല അന്നുമില്ല. ഒരു കോമ്പറ്റീഷൻ എനിക്ക് അവരിട്ടില്ല. എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ മത്സരിക്കുന്നത് എന്നോട് തന്നെയാണ്. എൻ്റെ പെർഫോമൻസ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അവരുടെ പെർഫോമൻസ് എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഞാൻ എൻ്റെ പെർഫോമൻസിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ദേവൻ എന്നൊരു സിനിമാ നടന് ശരിക്കും സിനിമയിൽ അസുരന്മാർ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? സിനിമാ ജീവിതത്തിലോ സിനിമയുടെ ചലനങ്ങളിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളികളോ? അതായത് അതൊക്കെ ഒരു അടഞ്ഞ അധ്യായമാണ്. ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയാനോ അങ്ങനെ, കാരണം ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഐ എം ഹാപ്പി. കാരണം അവരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മളെ ദുഃഖിക്കാൻ ശ്രമിച്ചാലും ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഞാൻ അറിയപ്പെടുന്ന 4 ലാംഗ്വേജിലും അറിയപ്പെടുന്ന ഒരു വില്ലൻ കഥാപാത്രത്തിൻ്റെ ദേവനാണ്. അതുകൊണ്ട് എനിക്കൊരു റിഗ്രറ്റ്സ് ഇല്ല. അപ്പം പിന്നെ ഈ സമയത്ത് അവരെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ഉറപ്പായിട്ടും സാർ. അതുപോലെ ഇപ്പോൾ ലാലേനെ പറ്റിയും മമ്മൂക്കയെ പറ്റിയും പറഞ്ഞല്ലോ. ഇവരുടെ അഭിനയങ്ങൾ, ഇവരുടെ തളർച്ചയും വളർച്ചയും ഒരുപോലെ കണ്ട ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ശരിക്കും ദേവൻ എന്നൊരു നടൻ. അപ്പോൾ ഇവരുടെ ഒരു ഇപ്പോൾ ചില ആളുകൾ നിരൂപകരടക്കം പറയുന്ന കാര്യമാണ് മമ്മൂട്ടി ഈസ് എ മെത്തേഡ് ആക്ടർ എന്നും ലാലേട്ടൻ ഒരു നാച്ചുറൽ ആക്ടറാണെന്നും. അത്തരത്തിലുള്ള കമ്പാരിസൺസ് എന്നും സിനിമയുടെ ഇവർ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരിക്കും സാറിൻ്റെ ഒരു അനാലിസിസിൽ എങ്ങനെയാണ് ശരിക്കും മമ്മൂക്ക എന്നൊരു ആക്ടറും ലാലേട്ടൻ എന്നൊരു ആക്ടറും? എൻ്റെ അഭിപ്രായത്തിൽ ഒരു നാച്ചുറൽ ആക്ടറിനോ അല്ല ഒരു മെത്തോളജിക്കൽ ആക്ടർ അങ്ങനെയൊന്നും ഒരു ആക്ടേഴ്സ് ഇല്ല. ആക്ടേഴ്സൊക്കെ ഒന്നാണ്. ഒരു അഭിനയം അറിയണം. അതായത് നമ്മൾ വേറൊരു കഥാപാത്രമായിട്ട് മാറുമ്പോഴാണല്ലോ അഭിനയം വരുന്നത്. ഇപ്പം ഞാൻ ദേവനായിട്ട് നിന്നാൽ എനിക്ക് അഭിനയം പറ്റില്ല. ആ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ അഭിനയിക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് കേട്ടാൽ ഞാൻ ബ്ലൈൻഡ് ആവാറുണ്ട്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിന് മുമ്പിലിരിക്കുന്ന ക്യാമറമാൻ, ഡയറക്ടർ, മറ്റുള്ള ലൈറ്റ് ബോയ്സ് ഒന്നും ഇതിൻ്റെ ശബ്ദം ഞാൻ കേൾക്കില്ല. എനിക്ക് കണ്ണിൽ ആരും കാണില്ല. അങ്ങനെ നമ്മൾ ഡയലോഗ് പറയും, അഭിനയിച്ചു തീരും. അങ്ങനെ ഞാൻ 2-3 പടങ്ങളിൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വല്ല രോഗമാണോ, കാരണം ബ്ലൈൻഡ് ആവണോ ഒന്നും നമുക്ക് അറിയുന്നില്ല, മനസ്സിലല്ലേ. അങ്ങനെ സ്റ്റക്കായി പോയിട്ട്, അതായത് ആക്ഷൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയി. അപ്പോൾ ഞാൻ ഒരിക്കൽ മമ്മൂട്ടിയുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ. അപ്പോൾ എനിക്ക് വല്ല രോഗമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ അടുത്തത് അതാണ് അഭിനയം എന്ന് പറഞ്ഞാൽ. അതാണ് എല്ലാവർക്കും ഉണ്ട്, നമുക്ക് അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ എല്ലാവരും കണ്ടാൽ ഈ ആക്ഷൻ പറയുന്നതിന് ശേഷം നമ്മൾ ക്യാമറാമാനെയും ഡയറക്ടറെയും ഈ അറ്റ്മോസ്ഫിയർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ നടൻ എന്ന വ്യക്തിയും ഈ കഥാപാത്രമായിട്ട് ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. വിത്തിൻ സെക്കൻഡ്സാണത്. അതിന് ടൈം വേണ്ട. അത് നമ്മുടെ കയ്യിലല്ല, അത് ഈശ്വരൻ്റെ കയ്യിലാണ്. ഒരു ചൈതന്യം വരെയാണ്. ആക്ഷൻ കേട്ട് കഴിഞ്ഞ ഉടനെ
അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതാണ്. ഓക്കെ. ആക്ഷൻ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ദേവനല്ലാതാവും. ദേവനാണെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. അത് മമ്മൂട്ടി മോഹൻലാലും പറഞ്ഞു ഇത് തന്നെയാണ് ശരി. നമുക്ക് ആ സമയത്ത് അത് ഒരു ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ആക്ഷൻ കേട്ട് കഴിഞ്ഞാൽ ഏതോ ഒരു ചൈതന്യം വന്നിട്ട് നമ്മൾ തലയ്ക്കുള്ളിൽ അങ്ങ് കയറും. അപ്പോൾ നമ്മൾ വേറെ ആളാവും. ഈ കലി കയറാന്നൊക്കെ പറഞ്ഞല്ലേ, വേറൊരാളാവുന്നത്. അതിന് വേറെ ഒരാളാവാൻ പറ്റിയില്ലെങ്കിൽ അവൻ നല്ല നടനല്ല എന്നർത്ഥം. നമുക്ക് പറ്റില്ല. കാരണം നമുക്കൊരു ചമ്മൽ ഇവരൊക്കെ കാണണ്ടല്ലോ, എങ്ങനെ ചെയ്യാം? അങ്ങനെ അന്ന് പറഞ്ഞ ആരുണ്ടായാലും നമുക്ക് പറ്റും. ഇപ്പോൾ എത്ര വലിയ ഒരു നടന് ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴും നമുക്കത് തോന്നാറില്ല. തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തോട് തന്നെ ചേർത്തൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ഒരു ആക്ഷനും കട്ടിനും ഇടയ്ക്ക് നമ്മളല്ലാതെ വേറൊരു കഥാപാത്രമായി പെർഫോം ചെയ്യുകയാണല്ലോ. ഇതിന് ആക്ഷന് മുമ്പുള്ള നമ്മുടെ മാനസിക സംഘർഷങ്ങൾ, വ്യതിയാനങ്ങൾ, ഇതെല്ലാം ശരിക്കും ഒരു നടനെ ഏതെങ്കിലും തരത്തിൽ, ദേവൻ എന്ന നടനെ എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ട്? അതായത് മുമ്പ് എപ്പോഴും ഉണ്ടായിരുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഷൂട്ടിലേക്ക് വരുന്ന ഒരു ആക്ഷൻ പറയുന്നു, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് അതൊരു ഇഷ്യൂ അല്ല. നമുക്ക് എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ക്യാമറ കണ്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഈ ഷോട്ടിൻ്റെ മുമ്പ് ചിലപ്പോൾ തമാശയൊക്കെ പറഞ്ഞിരിക്കും, പക്ഷേ ഷോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറി. അതാണ് പറയുന്നത്, നമുക്ക് അത്ഭുതമാണത്. അത് ആരാണ് മാറ്റുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരനല്ലാതെ വേറെ അല്ലല്ലോ. നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്, അത് ഏതോ ഒരു ചൈതന്യമാണ് നമ്മളെ മാറ്റുന്നത്. ആ ഷോട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ദേവനായി. അല്ലാണ്ട് അതേ കഥാപാത്രമായിട്ട് അത് ചില ആർട്ടിസ്റ്റ് ഏറ്റവും പറയുന്നുണ്ട്, ഞാൻ 2 ദിവസം മുമ്പ് തന്നെ ഞാൻ അങ്ങനെ അത് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും കഥാപാത്രങ്ങളിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത വിധം ഹുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ല, അപ്പോഴും ഇല്ല. കട്ട് പറഞ്ഞാൽ അത് കഴിഞ്ഞു. അതിനു മുമ്പ് ആക്ഷൻ പറയുന്നവരെ നമ്മൾ ദേവനാണ്. ആക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറി. അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതും ഇതുവരെ പിടികിട്ടിട്ടില്ല. ഓക്കെ സാർ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മമ്മൂക്കയുടെ ഡൊമിനിക് എന്നൊരു സിനിമ ഇറങ്ങുന്നു. ഗൗതം വാസുദേവ് മേനോനാണ് ആദ്യമായി മലയാളത്തിൽ അദ്ദേഹം ഡെബ്യൂട്ട് ചെയ്യുന്നു, മലയാളം സിനിമ സംവിധാനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട, സിനിമയെ പറ്റി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, പണ്ടത്തെ സിനിമകൾ കണക്കല്ല ഇപ്പോഴത്തെ സിനിമ ശരിക്കും കഥയാണ് ഡീൽ ചെയ്യുന്നത്, അവിടെ താരമില്ല. മമ്മൂക്കെ അവസാനത്തെ സ്റ്റണ്ട് സീനൊക്കെ കുറച്ചുകൂടെ പവർഫുള്ളായി എടുക്കാം എന്ന് ചോദിച്ചു മമ്മൂക്കയാണ് പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ മനസ്സിൽ കണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ആ സിനിമ എടുക്കാം, കാരണം മലയാളി ഓഡിയൻസിന് ആ പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷെ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും താരതമ്യം ചെയ്യുമ്പോൾ ശരിക്കും സിനിമയ്ക്ക് വന്നൊരു മാറ്റത്തെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്താണ് ചോദ്യം? അതായത് പണ്ട് ഇപ്പോൾ ഒരു സ്റ്റാർഡം, ഇപ്പോൾ ഒരു വലിയ താരമാണെങ്കിൽ അയാളെ ഇടിക്കുന്ന ഒരു സീൻ സിനിമയിൽ കാണിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇന്ന് ആ പ്രശ്നങ്ങളില്ല. ഓഡിയൻസ് കുറെ കൂടെയൊക്കെ ഇന്റലക്ച്വലായി മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് അന്ന് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? അല്ല, അന്നുണ്ടായിട്ടുണ്ട്. അന്ന് കാരണം വെച്ചാൽ ഇപ്പോൾ നായകനെ നമ്മൾ ഇപ്പോൾ ഞാൻ വില്ലൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം ചെയ്യുമ്പോൾ ചിലപ്പോൾ നായകന്മാർക്ക് ഇഷ്ടപ്പെടാറില്ല, അപ്പോൾ അതങ്ങനെ വേണ്ട എന്ന് പറയും. പക്ഷേ അപ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നും, എന്താണ് അതങ്ങനെ ചോദിക്കുന്നില്ല അതിൽ. പക്ഷേ ഇപ്പോഴത്തെ നായകന്മാർക്ക് അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പോഴത്തെ സിനിമകൾ സാർ ശരിക്കും ആസ്വദിക്കാറില്ല. എല്ലാം കാണും, എല്ലാ സിനിമകളും കാണും. സാറിൻ്റെ ഒരു റീസെന്റ് ഫേവറേറ്റ് ആരാണ് ശരിക്കും ഒരു നായകനെ പറയുകയാണെങ്കിൽ? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ പെർഫോമൻസ് വൈസ് നമുക്ക് ഇപ്പോഴും മമ്മൂട്ടിയോടൊപ്പമോ മോഹൻലാലിനോടൊപ്പമോ കമ്പയർ ചെയ്യാൻ പറ്റിയ ആർട്ടിസ്റ്റുകൾ ഇതുവരെ വന്നിട്ടില്ല. അത് വേറൊരു ബ്രാൻഡായിട്ട് മാറി. എക്സാക്ട്ലി. അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ, അവരുടെ ഇമോഷണൽ കാര്യങ്ങൾ, അവരുടെ ആക്ഷൻസ്, അവരുടെ എക്സ്പ്രഷൻസ് ഒന്നും ഇമോട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു നടനെ ഞാൻ ഇതുവരെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടില്ല. എങ്കിലും ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് ആയിട്ട് സാറിൻ്റെ ഒരു ഫേവറേറ്റ് പറയുകയാണെങ്കിൽ ആരാണ് സാർ? ഒരു പ്രതീക്ഷയോടെ കാണുന്നു. എനിക്ക് പ്രതീക്ഷയോടെ കാണുന്നത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിൻ്റെ അഭിനയമാണ് കുറച്ചുകൂടി. ഓക്കെ സാർ, ഈ വടക്കൻ വീരഗാഥയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഹരിഹരൻ സാറിൻ്റെ തന്നെ അസോസിയേറ്റ് ആയിരുന്ന ശ്രീകുമാർ സർ അല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഡെമ്മി ക്യാരക്ടറുകൾ വെച്ചിട്ട് നമ്മൾ ആദ്യം എനിക്കൊന്ന് വീഴുന്ന സീനുകളോ മറ്റോ ആയിരിക്കണം. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ വടക്കൻ വീരഗാഥയിൽ? ഈ പറയുന്ന ഡെമ്മികളെ വെച്ചിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വടക്കൻ വീരഗാഥ സെറ്റിൽ സാറിൻ്റെ ഓർമ്മയിൽ?
ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പം അദ്ദേഹം വേറെ ഈ വീഴുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡെമ്മി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അതെ, ആയിരിക്കും. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ സാർ, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സെലക്ഷൻ, സിനിമകളുടെ സെലക്ഷൻ എങ്ങനെയാണ് സാർ? കേൾക്കുന്ന കഥകൾ എങ്ങനത്തെയാണ്? അതിൽ സെലക്ട് ചെയ്യുന്ന ഒരു സെലക്ഷൻ പ്രോസസ്സ് മാറിയിട്ടുണ്ട്. അതായത് വില്ലനായിട്ടാണ് ഞങ്ങൾ കൂടുതലും സാറിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉമർ ലുലുവിൻ്റെ സിനിമയിൽ സാർ കുറച്ചുകൂടി ഒരു ഫ്രീക്കൻ ടോണിൽ വന്നു. നമുക്കൊക്കെ ഒരു ഇപ്പോഴത്തെ ഡ്രസ്സ് നമ്മൾ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിൻ്റെ സെലക്ഷനുകൾ മാറി ശരിക്കും. അപ്പോൾ അത് ഒരു നടനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നതാണോ, അതോ സാറിന് ഇപ്പോഴും ആ ഒരു വില്ലൻ വേഷം ഏതാണ് സാറിൻ്റെ ഒരു ഫേവറേറ്റ്? അല്ല, ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതും ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതും വില്ലൻ വേഷങ്ങളാണ്. അതിൻ്റെ ഒരു സുഖം വേറെ ഒന്നിനും കിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. മറ്റുള്ള ഒരു 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 റോളുണ്ട്. അപ്പോൾ നായകനേക്കാളും കൂടുതൽ പെർഫോമൻസിനുള്ള സ്കോപ്പുള്ളത് വില്ലന്മാർക്കാണ്. അത് നമുക്കൊരു ഫ്രീഡം കിട്ടും. ഓക്കെ, ഈ വില്ലൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ടി ജി രവി സാറിനോട് മുമ്പ് സംസാരിച്ചിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമാണ്, ഈ വില്ലൻ നമ്മൾ ചെയ്തതിന് ശേഷം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അദ്ദേഹത്തിന് തന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വീട് തുറക്കുന്ന ഒരാൾ ഇദ്ദേഹത്തെ കണ്ടിട്ട് പേടിച്ച് ഓടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. സാറിൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ രജനീകാന്തിൻ്റെ കൂടെയൊക്കെ വിജയകാന്തിൻ്റെ കൂടെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രജനീകാന്ത് സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച ശേഷം ഞാൻ ആ സിനിമ കാണാൻ പോയിരുന്നു. കാണാൻ പോയപ്പോൾ ആൾക്കാർ എന്നെ എടുത്ത് ഭയങ്കരമായിട്ട് ചെയ്തു, ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു, ഭയങ്കരമായിട്ട് എന്നെ പക്ഷെ അത് അവരുടെ ആ ഒരു വികാരമാണ്. അതുപോലെ ഞാൻ ഓണസ്റ്റ് ആയി നിന്നൊരു സിനിമ ചെയ്തു വിജയകാന്ത് സാറിൻ്റെ പടത്തിൽ. അതിൽ ഭയങ്കര ഒരു വില്ലനാണ്, ഭയങ്കര വില്ലനാണ് അതിലും. കാരണം അവരുടെ ഫാൻസ് അങ്ങനത്തെ ഒരു വളരെ സെൻസിറ്റീവാണ്. അല്ലാതെ ഒന്നും എനിക്ക് അങ്ങനെ പിന്നെ അതിന് ശേഷം അവർ ഇഷ്ടപ്പെട്ടു തന്നെ. പിന്നെ കുറേ പടങ്ങൾ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര അപ്രീഷിയേഷൻ. ഇപ്പം ഞാൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ എവിടെ പോയാലും ഭയങ്കര റെസ്പെക്റ്റാണ്. ഓക്കെ സാർ, അതുപോലെ ഇപ്പോൾ സാറിൻ്റെ തന്നെ പഴയ ചില കഥാപാത്രങ്ങളെ വെച്ചിട്ടുള്ള ട്രോളുകളൊക്കെ വരാറുണ്ട്. പലരും രാഷ്ട്രീയപരമായും അല്ലാതെയൊക്കെ പല രീതിയിൽ ട്രോളുകൾ ഉണ്ടാക്കാറുണ്ട്. ശരിക്കും സാറിന് അത് ഏതെങ്കിലും തരത്തിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേദന തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഒന്നുമില്ല. ഞാനത് എൻജോയ് ചെയ്യുള്ളൂ. പിന്നെ അതൊക്കെ എൻജോയ് ചെയ്യേണ്ടല്ല. കാരണം അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിൽ അവർ ചെയ്യുന്ന ഇതുണ്ടല്ലോ, അതിന് അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ. ഞാൻ ശരിക്കും എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രോൾ ഉണ്ട് സാർ. ഞാനത് സാറ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. അത് ഓർമ്മയുണ്ട് സാർ ആ സീൻ? അത് ഏത് സിനിമയാണ്? എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് ഗോവയാണോ അതെനിക്കും അത്ര ഓർമ്മ കിട്ടുന്നില്ല. ശരി, ഇത് കണ്ടിട്ടുണ്ടായിരുന്നു സാർ? ഇത് കണ്ടിട്ടില്ല. ഓക്കെ, ഈ ഒരു സീനിൽ പറയുന്നത് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല. ഇത്തരം ട്രോൾ വീഡിയോസ് ഒക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്, അത് ഒരിക്കലും നമ്മളെ അഫക്ട് ചെയ്യാറില്ല? ഒരിക്കലും ഞാനത് എൻജോയ് ചെയ്യുള്ളൂ. കാരണം ഒരിക്കലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, ഞാൻ രാഷ്ട്രീയത്തിൽ വന്നല്ലോ. രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഞാൻ ചില സ്പീച്ച് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കും ഓപ്പോസിറ്റ് പാർട്ടികൾക്ക് വേണ്ടി. അപ്പോൾ ആദ്യം അത് ഞാനിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഇതിടും. ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിൽ മോഹൻലാൽ വട്ടാണല്ലേ നമ്മുടെ വരില്ലേ കിലുക്കത്തില്, അത് ഞാൻ ശരിക്കും ഞാൻ തന്നെ ചിരിച്ചു പോയി. കാരണം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ടെറിഫിക് ആയിട്ട് പറഞ്ഞോട്ടെ വട്ടാണല്ലേ, എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് കാരണം അയാളെ ബ്രില്യൻസിയാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ചെയ്ത ആളെ കറക്റ്റല്ല അയാൾ പറയുന്നത്. ഇത് ഭ്രാന്തൊക്കെ എന്ത് ഭ്രാന്തായി പറയണം, ഏതാണ് അത് കറക്റ്റാണ്. അത് ഈ കട്ട് ചെയ്തിട്ടത് കട്ടിങ് കറക്റ്റാണ്, വട്ടാണല്ലേ. എല്ലാവരും പറയുമ്പോൾ ഒരു സുഖമുണ്ട്. ദേവിതോട് പറയണ അല്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വേറെന്തെങ്കിലും ഓർമ്മയില്ല? അങ്ങനത്തെ കുറേ ഉണ്ട്. അങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് വളരെ സന്ധ്യ, എനിക്ക് അവരൊക്കെ ഒന്ന് കാണുന്നുണ്ട് ചെയ്തവർ. ഓൾ ദി ട്രോളേഴ്സ് ഔട്ട് ദേർ. അപ്പോൾ നിങ്ങളെ സാർ കാണാൻ കൂടി ആഗ്രഹിക്കുന്നു, ഇഷ്ടമാണ്. ഓക്കെ സാർ, അതുപോലെ ഞാൻ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിക്ക് ജസ്റ്റ് സാറിൻ്റെ ലൈഫിൽ കണ്ടതിൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നൊരു നായക നടനാരാ?
അർജുൻ സർ മൊത്തത്തിൽ ഷൂട്ടിൽ കണ്ട യെസ്. ഒരു ബെസ്റ്റ് ഡയറക്ടർ ആരാണ് സാറിൻ്റെ ലൈഫിൽ? എൻ്റെ മനസ്സിൽ തട്ടിയത് ഏറ്റവും ബെസ്റ്റ് ഹരിഹരൻ സാറാണ്. ഹരിഹരൻ സാറാണ്. ബെസ്റ്റ് മൂവി എനിക്ക് പറയാനുണ്ടെങ്കിൽ ആരണ്യകം എൻ്റെ തന്നെ പടമാണ്. അതിന് ഭയങ്കര ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതെ, അരണ്യകമാണ് ശരിക്കും ഏറ്റവും കീപ്പ് ഇൻ മൈൻഡിൽ വെക്കുന്ന, ഹൃദയത്തോട് ചേർന്ന്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ളൊരു മൂവി ഏതാ സാർ? ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ളത് ഈ രാംജി റാവു സ്പീക്കിങ്ങിലത്തെ അവരുടെ സംഗതികളൊക്കെ. മുണ്ട് അത് നമ്മളിപ്പോഴും ചിരിക്കുകയാണ്. ഇപ്പോഴും ഭയങ്കര ചിരിയല്ല അത്. നമ്മളിങ്ങനെ ഭയങ്കര നമുക്കൊരു ടെൻഷൻ വരുന്ന സമയത്ത് ഇട്ടിട്ട് കണ്ടാലില്ല, നമ്മളെ വളരെ ഹാപ്പി. മുണ്ട് കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ ചിരിക്കണ്ട, അതന്നെ. നീ മുണ്ട് അത് ശരി. പിന്നെ വേറെ സിനിമ പറഞ്ഞാൽ എന്തായിരിക്കും വേറെ ഇതേപോലത്തെ ഒരു സീൻ പറയുകയാണെങ്കിൽ? പിന്നെ പപ്പോട്ടിന്റെ താമരശ്ശേരി എന്ത് പറയില്ലേ, താമരശ്ശേരി ഇപ്പോഴും അത് ആ താമരശ്ശേരി എന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും ചിരിയാണ്. താമരശ്ശേരി വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയേ, അപ്പൊ അത്രയും രജിസ്റ്റർ ചെയ്തു ആ ഇതൊക്കെ. ഹരിഹരൻ സാർ താമരശ്ശേരിയിലല്ലേ അദ്ദേഹത്തിന്റെ നാട്? ഹരിഹരൻ സാറിന്റെ നാട് താമരശ്ശേരിയല്ലേ? താമരശ്ശേരി. കരഞ്ഞു പോയൊരു സിനിമ കണ്ട് കരഞ്ഞു പോയ കുറേ പടങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് എനിക്ക് ഇതാവും ചില സിനിമയിലൊക്കെ നമ്മൾ ഭയങ്കര ഒരു ഇതായി ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒന്നല്ല ഒരുപാട്. എന്നാൽ ആദ്യം ഓർമ്മ വരുന്ന കരഞ്ഞു എന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ള, അപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ആകാശദൂതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ആകാശം എല്ലാവരും അങ്ങനത്തെ ചില പടങ്ങളുണ്ട്, ചില മുഹൂർത്തങ്ങളുണ്ട്. ഞാൻ കരഞ്ഞു പോയ ഒരു സാധനം ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഈ മമ്മൂട്ടി ശ്രീനിവാസായിട്ട് അഭിനയിച്ചേ, മമ്മൂട്ടി സുഹൃത്തായിട്ട് അഭിനയിച്ചില്ലേ അവസാനത്തെ ആളുടെ സ്പീച്ചല്ലേ, ഇത് നമ്മുടെ കഥ പറയുമ്പോഴത്തെ മമ്മൂട്ടിയുടെ ഡയലോഗ് അയാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യും. അത് നമ്മളെ കരയിക്കും. അയാളുടെ പെർഫോമൻസ് കൊണ്ടാണത്. മമ്മൂട്ടിയുടെ പെർഫോമൻസാണ്, അയാളുടെ ഡയലോഗ് ഡെലിവറിയിലാണ് നമ്മളിങ്ങനെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇത് വരുമല്ലോ, അത് നമ്മൾ അങ്ങനെ എന്നെ ഇപ്പോൾ കണ്ടാലും നമ്മൾ വേദനിക്കും. അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയുടെ ഇത് വാത്സല്യം, അത് അയാളുടെ പെർഫോമൻസ് കൊണ്ടാണ് നമ്മൾ കരയുന്നത്. അയാൾ അത്രയും നിസ്സഹായനായി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവസാനം സിദ്ദിഖ് പോയിട്ട് ചേട്ടാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമല്ലോ, ആ സമയത്ത് ഇയാൾ ടെറിഫിക് സീനായിട്ട് നമ്മളെങ്ങനെ അന്തം വിട്ടു പോകും. അതൊക്കെ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് കൊണ്ടാണത്. ക്ലൈമാക്സ് സീൻ മമ്മൂട്ടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോകുന്നില്ല, ഞാൻ വരുന്നില്ല, അത് ഒരു പ്രത്യേക ടോണിലാണ്. ശരിക്കും മമ്മൂക്കക്ക് ഒരു യുണീക്നെസ് ഉണ്ട് എന്ന് പറയുന്ന ഈ ശബ്ദത്തിന്റെ കൺട്രോൾ. ശബ്ദത്തിന്റെ കൺട്രോൾ അദ്ദേഹത്തിന്റെ ശബ്ദം അത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല, ഈവൻ മോഹൻലാലിന് കിട്ടിയിട്ടില്ല. മോഹൻലാലിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തായിരിക്കും? ഇപ്പോൾ സാർ പറഞ്ഞു മമ്മൂക്കയുടെ സൗണ്ടിന്റെ യുണീക്നെസ് ആണെങ്കിൽ ലാലേട്ടന്റെ ആ ഒരു പ്രത്യേകത എന്താ? ഫ്ലെക്സിബിലിറ്റിയാണ്. അയാളുടെ ഒരു ഇതുണ്ടല്ലോ, എന്തിനോടും ഇഴുകിച്ചേരുന്ന അയാളൊരു ബോഡി ഫ്ലെക്സിബിലിറ്റി. മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഞാൻ പറഞ്ഞ ആളുടെ ഇമോഷണൽ ഹുക്ക്, പിന്നെ പവർഫുൾ ആയിട്ടുള്ള ചില പൗരുഷത്തിന്റെ ഇത് വരും. ഞാൻ എപ്പോഴും കാണുന്നുണ്ടല്ലോ, മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ല നടൻ ചോദിച്ചാൽ ഞാൻ പറയാം മമ്മൂട്ടിയാണെന്നേ പറയുള്ളൂ. യെസ്, കാരണം അയാളുടെ റേഞ്ച് ഇപ്പം എല്ലാവരും പറയുന്നത് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് രണ്ടുപേരും ഇതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് അതൊരു ഇത് നല്ല നടനായി അങ്ങ് കാണുന്നത് മമ്മൂക്കയാണ്. അതെ. സാർ തന്നെ വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, 10 നടന്മാരെ എടുത്താൽ അതിൽ ആ കാര്യം പറഞ്ഞിട്ടില്ലേ, 10ൽ എണ്ണാൻ പറ്റാത്ത ഒരാളാണ് മോഹൻലാൽ എന്ന് കൂടി. അല്ല
അതായത് മോഹൻലാൽ ഈ മമ്മൂട്ടി ബെസ്റ്റ് നടനാണ്. ഈ 10 ലോക നടന്മാർ എടുത്തു കഴിഞ്ഞാൽ ഒരാളാണ് മമ്മൂട്ടി. മോഹൻലാൽ എന്ന് വെച്ചാൽ ബ്രാൻഡാണ്. അഭിനയത്തിനേക്കാളേറെ ഹി ഹാസ് ബിക്കം എ ബ്രാൻഡ്. ആ ലെവലിലാണ് അയാൾ പോകുന്നത്. ശരി. കണ്ടതിൽ വെച്ച് ഏറ്റവും പങ്ക്ച്വലായ ഒരു ആക്ടർ, കൃത്യനിഷ്ഠയുള്ള ഒരു ആക്ടർ? രജനീകാന്ത്. രജനീകാന്ത് സാർ, എന്താ ഒരു അനുഭവം ഉള്ളത്? അദ്ദേഹം അതായത് ഇപ്പോൾ നമുക്ക് 7 മണിക്ക് കോൾ ഷീറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം 6:30 മണിക്ക് എത്തും. ഓ, ഞാൻ അത് കണ്ടിട്ട് അന്തം വിട്ട് പോയിട്ട് നമ്മൾക്ക് നേരത്തെ പോയിരിക്കും. കാരണം ഇയാൾ കറക്റ്റ് 6:30 മണിക്ക് വിത്ത് മേക്കപ്പാണ്. അത്രയും പങ്ക്ച്വലാണ്. അദ്ദേഹത്തിൻ്റെ ഷോട്ട് വരുന്നോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമേ അല്ല. ചില ആർട്ടിസ്റ്റുകൾ വന്നിരുന്നിട്ട് എൻ്റെ ഷോട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടാവാറുണ്ട്. ഈസ് വെരി കൂൾ. പിന്നെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, കോളേജിൽ പഠിക്കുന്ന ആ കേസ്വികാരന് പ്രണയലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഒരു അനുഭവം പറയും. അല്ല, പ്രണയലേഖനങ്ങൾ അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു പ്രണയലേഖനമാണ് എന്നെ ടച്ച് ചെയ്തത്. അതെന്തായിരുന്നു? ആ കുട്ടിയെ ഞാൻ പ്രണയിക്കുകയും ചെയ്തു. ഓ, തിരിച്ചു പ്രണയിക്കുകയും ചെയ്തു. എഴുത്തിലൂടെയോ അതോ കോളേജിൽ കണ്ടിട്ട് എങ്ങനെയാ? അല്ലല്ലേ, എഴുത്തിലൂടെ അല്ലേ. എഴുത്ത് വന്നത് പിന്നീടാണ്, പ്രണയം വന്നതിന് ശേഷം. ഓക്കെ, അപ്പോൾ അതാണ് കോളേജ് പ്രണയം. ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ കണ്ട് മമ്മൂക്കും ലാലനൊക്കെ എഴുത്തുകൾ വരാറുണ്ടായിരുന്നല്ലോ, അതുപോലെ സാറിന് എഴുത്തുകൾ? എനിക്ക് ഒരുപാട് എഴുത്തുകൾ. എന്താണ് അതിലൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. വളരെ സിൻസിയറായിട്ടൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. വളരെ ഒരു ഇമോഷണലായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ചില പെൺകുട്ടികൾ പ്രണയിക്കുന്നു എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അതൊക്കെ നമ്മൾ പ്രണയമായിട്ട് എടുക്കരുത്. കാരണം അത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. അതെ, അത് ചിലപ്പോൾ ഒരു ഇൻഫാക്ച്വേഷനോ അതായിരിക്കും. ഒരു പ്രണയം എന്ന് പറയാൻ പറ്റില്ല. അല്ല, അവർ ആക്ച്വലി ഒരു നടനെ അവർ പ്രണയിക്കുന്നത് ആ നടനോടുള്ള പ്രണയമല്ല, അത് ആ ക്യാരക്ടറിനോട്. നമ്മൾ ഇത് എന്നോടുള്ള പ്രണയമെന്ന് ചോദിച്ച് പോയി ചിലപ്പോൾ ചെപ്പക്കുറ്റിയായിട്ട് കിട്ടും. ഓക്കെ, ബെസ്റ്റ് ആക്ഷൻ ചെയ്യുന്ന ആരാണ് സാറിൻ്റെ? ബെസ്റ്റ് ആക്ഷൻ ഇപ്പോൾ പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ. ഉണ്ണിമുകുന്ദൻ്റെ മാർക്ക് കണ്ടിരുന്നോ? കണ്ടു. ഇഷ്ടമായോ? ഇഷ്ടം. അപ്പോൾ ഈ സാർ ഇപ്പോൾ അങ്ങനെ ഒരു അപ്രിസിയേഷൻ നടത്താറുണ്ട്? അതായത് നമ്മൾ കണ്ട് അത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ അവരെ വിളിച്ച് പറയുന്നത്? എല്ലാവരും, ഞാൻ എല്ലാവരും, വേറെ ആരും ചെയ്യാറില്ല, ഞാൻ എല്ലാവരും വിളിക്കും. ആണോ? ഞാൻ ഒരിക്കൽ ഈ അമരം എന്ന സിനിമ കണ്ടിട്ട് മമ്മൂട്ടീനെ എനിക്കങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഇയാൾ കിട്ടുന്നില്ല, ഫോണിൽ കിട്ടുന്നില്ല. അങ്ങനെ 2-3 ദിവസം എനിക്കിങ്ങനെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തു, ഇയാൾ കിട്ടുന്നത് വരെ. കിട്ടിക്കാണിച്ച് ഇയാൾ പറഞ്ഞ ശേഷം എനിക്ക് സമാധാനമായി. അങ്ങനെ ഞാൻ എല്ലാവരും വിളിക്കും. ഇപ്പോൾ വിജയരാഘവൻ്റെ പടം കണ്ടു കഴിഞ്ഞാൽ ഉടനെ, കാരണം എപ്പോഴും ഞാൻ അവനെ വിളിക്കും. വിജയരാഘവൻ്റെ കുട്ടനെ ഞാൻ വിളിക്കും, അവനോട് പറയും. അപ്പോൾ അവൻ പറയും, വേറെ ആരും വിളിക്കാറില്ല, നീയേ വിളിക്കാറുള്ളൂ എന്ന് പറയും. അത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ മുരളീനെ വിളിക്കാറുണ്ട്, നടൻ മുരളീനെ. കാരണം മുരളിയുടെ ആദ്യത്തെ പടം എനിക്ക് തോന്നുന്നത് പഞ്ചാഗ്നി എന്ന് പറഞ്ഞ പടമായിരുന്നു. അതിൽ നല്ല ബെസ്റ്റ് പെർഫോമൻസാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പടം കണ്ടിട്ട്, പഞ്ചാഗ്നി പടം കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അയാളുടെ. ഞാൻ അപ്പം തന്നെ ഫോണിൽ കിട്ടിയില്ല, ഞാൻ കത്ത് എഴുതി അയാൾക്ക്. ആ കത്ത് മുരളി മരിക്കുന്നത് വരെ അയാളുടെ ഇതിനകത്തുണ്ടായിരുന്നു, ബ്രീഫ് കേസിലുണ്ടായിരുന്നു. ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ, നീ ഓർക്കുന്നുണ്ടാ, നീ എനിക്കൊരു കത്ത് എഴുതുന്നുണ്ട്, ഇതാ ഒരു ഇൻലൻഡ് ലെറ്ററാണ്, എനിക്ക് ഓർമ്മയില്ല. അത്രയും പ്രിയപ്പെട്ടതായി അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായിരുന്നു അന്ന് എഴുതിയത്? അപ്രിസിയേഷൻ അപ്പുറം എന്തെങ്കിലും ഒരു? അത് ഞാൻ പറഞ്ഞു, അതിനകത്ത് പിന്നെ ഇവള് പാട്ട് പാടുമ്പോഴേ, ഈ എന്തായാലും പാട്ടുണ്ടല്ലോ, ആ പാട്ടുണ്ട്. ആ പാട്ടിന് സമയത്ത് ഇവനിങ്ങനെ സ്മോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇടയ്ക്ക് ഗീതേൻ്റെ ഇവനൊരു നോട്ടം നോക്കുന്നു, ഒരു കള്ളനോട്ടം. അത് ഇപ്പോഴത്തെ ലൈംഗിക ചൊവ്വയുള്ള നോട്ടം ഉണ്ടല്ലോ, ഇപ്പോൾ അതാണല്ലോ. നമ്മൾ നോട്ടിക്കഴിഞ്ഞാൽ പറയും ലൈംഗിക ചൊവ്വയുള്ള നോട്ടം നോക്കി ഉടനെ കേസാവും. അതേപോലത്തെ ഒരു നോട്ടം നോക്കി. അത് ഭയങ്കരമായിരുന്നു, ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അത് സ്പെസിഫിക്കായിട്ട് റെഫർ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഓക്കെ സാർ, ഈ ലൈംഗിക ചൊവ്വയുള്ള നോട്ടം ശരിക്കും ആളുകൾ കുറച്ചുകൂടെയൊക്കെ റിസർവ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ചെറിയ പെട്ടെന്ന് പരാതികളൊക്കെ കൊടുക്കുന്ന രീതികളും വരുന്നുണ്ട്, കള്ള പരാതികളും വരുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സാർ ഇതിനെയൊക്കെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് കൂടി എങ്ങനെയാണ് കാണുന്നത്, ഇപ്പോൾ ഈ കറൻറ്റ് സിനാരിയോണൊക്കെ? അല്ല, ഞാൻ പറഞ്ഞത് അത് എനിക്കതിൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, അവർ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഒരു ആണും ഒരു
സ്ത്രീയും എപ്പോഴും അട്രാക്റ്റഡ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷനുണ്ട്. ആ അട്രാക്ഷൻ്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും, പിന്നെ അവർ ബലാത്സംഗം ചെയ്യാൻ പാടില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇവരെ എന്നെ ഒന്ന് നോക്കി എന്നെ ഒന്ന് ഞൊണ്ടി എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ. അത് അന്നില്ലാത്ത പരാതികളാണ്, അത് ശരിയല്ല. പിന്നീട് പരാതിപ്പെടുന്നത് ശരി. പരാതി ഉണ്ടെങ്കിൽ അപ്പോൾ ക്രൈം നടന്നാൽ അപ്പോൾ കംപ്ലയിൻറ്റ് അപ്പം തന്നെ ചെയ്തിട്ട് അതിനെല്ലാം ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അപ്പം തന്നെ അടിക്കണം അവനെ. അടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം. അതല്ലാതെ വർഷങ്ങൾക്ക് ശേഷം എന്നെ നോക്കി ഇങ്ങനെ ലൈംഗിക ചൊവ്വയോടുകൂടി നോക്കി എന്നെ തൊട്ടു തോണ്ടി എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളല്ല. സാർ, ഇപ്പോൾ ഈ 2000 സാർ തന്നെ രാഷ്ട്രീയ പാർട്ടി KSUവിന് ശേഷം സ്വന്തമായൊരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നു. അതിനുശേഷം അത് BJPയുമായി ലയിക്കുന്നു. സാർ ഇപ്പോൾ സജീവ BJP പ്രവർത്തകനായി മാറുന്നു, നേതാവായി മാറുന്നു. അപ്പോൾ എപ്പോഴായിരിക്കാം ശരിക്കും സാർ തന്നെ മുമ്പ് BJPയുടെ ഹിന്ദുത്വ നിലപാടിനെ കോട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ സാറ് പറയുന്ന പോലെ തന്നെ വായനകൾ വളരുമ്പോൾ, ക്യാരക്ടർ മാറുമ്പോൾ, നമ്മൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ മാറാം. യോജിക്കുന്നു അതിനോടൊപ്പം. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന നിലപാടുകളുടെ എവിടെയെങ്കിലും BJPക്ക് ഒരു മാറ്റം വന്നതായി സാറിന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സാറിനെ അട്രാക്ട് ചെയ്തത് എന്താണ്? ഞാൻ പറയാം, BJPക്ക് ഹിന്ദുത്വം എന്നുള്ളൊരു പ്രശ്നമില്ല. ഇല്ല, അത് മാധ്യമക്കാർ ഉണ്ടാക്കിയ ഒരു പ്രസംഗങ്ങളാണ്. BJP ഒരിക്കലും ഹിന്ദുത്വത്തിന് വേണ്ടി വാദിച്ചിട്ടില്ല. ഹിന്ദുത്വം ഇത് സംസ്കാരമാണ്, അത് ജാതിയോ മതമോ അല്ല. അത് മനസ്സിലായില്ല ശരിക്കും സംസ്കാരം. ഹിന്ദുത്വം എന്ന് പറയുന്നത് കുറച്ചുകൂടി അല്ല, ഹിന്ദുത്വം എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഒരു വാക്കാണ്. അത് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു എന്താണ് സംസ്കാരം? ഇത് ഹിന്ദുത്വമാണ്. ഹിന്ദുത്വം എന്ന് മീൻസ് വിശ്വാസികൾ. അതായത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ചില അമ്പലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അഹിന്ദുക്കൾ എന്ന് പറയുന്നത് മറ്റ് മതക്കാരല്ല പറയുന്നത്. അവിശ്വാസികൾക്ക് പ്രവേശനമില്ല. ഹിന്ദുത്വത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഇത് ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുന്നതാണ്. ഹിന്ദുത്വ എന്ന് പറയുന്നത് വിശ്വാസി, അഹിന്ദു എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവൻ. വിശ്വാസം, അതായത് ആ അമ്പലത്തിലോ ആ ഒരു ദൈവത്തിലോ വിശ്വാസമില്ല ആൾക്കാർ എന്തിനാ അവിടെ പോകുന്നത്? അതുകൊണ്ടാണ് പണ്ട് വിവരമുള്ളവർ പറഞ്ഞത് അവിശ്വാസികൾക്ക് പകരം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അപ്പോൾ ഹിന്ദുത്വ എന്ന് അതിൻ്റെ അർത്ഥം വിശ്വാസമുള്ളവൻ. അത് മുസ്ലിം ആവാം, ക്രൈസ്തവരാവാം, ഹിന്ദു ആവാം. അപ്പോൾ അതിനർത്ഥം വിശ്വാസമുള്ള മുസ്ലിമിന് പോവാമെന്നാണോ? പോവാം. പക്ഷെ അത് പോവാമല്ലോ, ഡെഫിനറ്റായാലും പോവാമല്ലോ. അല്ല, അങ്ങനെയല്ല. അവർ ആരാധനാലയത്തിലേക്ക് അവർ പോകേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷെ പോകാമെന്നല്ലോ. അവർ പോവില്ലല്ലോ, അവർ പോവില്ലല്ലോ. പക്ഷെ ഹിന്ദു പോവല്ലോ. ഹിന്ദു മോസ്കിൽ പോവും, ചർച്ചിൽ പോവും, എവിടെ വേണമെങ്കിലും പോവും. ഒരു മുസ്ലിം അമ്പലത്തിൽ പോവും, ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഓം നമഃ ശിവായ പറയോ? അവരുടെ ആരാധന. ഹിന്ദു ആയ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഇസ്ലാം അലൈക്കും എന്ന് പറയും, ഇൻഷാ അല്ലാഹ് എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് തമാശയ്ക്ക് പറയും, എടാ നിനക്ക് എന്നെ കാണുമ്പോൾ നീ ഓം നമഃ ശിവായ എന്ന് പറയാൻ പറ്റും? അത് ശരിയാവില്ലല്ലോ. ഇത് അത് അവരുടെ വിശ്വാസങ്ങളാണ്. അത് എന്താണെന്നറിയോ സാർ, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ശരിക്കും ഈ സർവ്വമത സത്യവാദമാണ് സാർ പറയുന്നത് അല്ലേ? അതായത് എല്ലാം ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോഴാണ് എല്ലാം ശരിയാവുക എന്നതിനേക്കാൾ വൈവിധ്യങ്ങൾ ഉണ്ടാവുകയും ആ വൈവിധ്യങ്ങളിൽ സ്നേഹം ഉണ്ടാവുകയും ചെയ്യുമ്പോഴല്ലേ ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഓം നമഃ ശിവായ പറയുന്നില്ല എങ്കിൽ കൂടി ഞാൻ സാറിന് സഹോദരനായി മാറേണ്ടത്. എനിക്കറിയാലോ. ഞാൻ പറയും അത് ഒരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ഇലക്ഷന് സുരേഷ് ഗോപിയുടെ ഇലക്ഷന് വേണ്ടിയിട്ട് അവിടെ ബിഷപ്പിനെ കാണാൻ പോയിരുന്നു. ബിഷപ്പ് വന്നു, ഞാൻ അവിടെ ഇരുന്നു, മൂപ്പര് വന്നു, എന്നെ എനിക്ക് പറഞ്ഞു ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ അങ്ങ് ഞെട്ടി എൻ്റെ കൈ പിടിച്ചു. ഇതെങ്ങനെ എന്ന് ചോദിച്ചു. എന്നിട്ട് എന്നെ പിടിച്ച് ഒരു ചേല കൊണ്ടിരുത്തി. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞു ഇതനുസരിച്ച് അമ്മ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. നീ വേറൊരു മതത്തിൽ പോകുന്ന മതസ്ഥനെ കാണുകയാണെങ്കിൽ അവരുടെ വിശ്വാസം എന്തനുസരിച്ചായിരിക്കും നീ അവനോട് പെരുമാറേണ്ടത്. നിൻ്റെ ഹിന്ദുത്വം അവിടെ കൊണ്ട് വിളമ്പരുത്. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയിൽ നിന്നാണ് അത് എനിക്ക് കിട്ടിയത്, മനസ്സിലല്ലേ? അതുകൊണ്ടാണ് അച്ഛോ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അത് വലിയ ഒരു കാര്യമുണ്ട സംഭവമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത്, അച്ഛോ ഞാനൊരു പറയുമ്പോഴേ അച്ഛന് ഓം നമഃ ശിവായ എന്നോട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിപ്പോൾ നമുക്കിപ്പോൾ ചില അതാണ് പറഞ്ഞത്. അത് ഞാൻ ഓം നമഃ ശിവായ നിങ്ങൾ പറയണമെന്നല്ല ഞാൻ പറയണത്. അതിൻ്റെ ആവശ്യമില്ല. അച്ഛൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ
അച്ഛനെ സ്നേഹിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ഇതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ്. എൻ്റെ ഒരു 90% എൻ്റെ ഫ്രണ്ട്സും അവർക്ക് എന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോയാൽ അടുക്കള വരെ പോകാൻ എനിക്ക് അടുക്കള വരെ പോകാം, യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. അവരെൻ്റെ വീട്ടിൽ വന്നാലും അടുക്കളയ്ക്ക് വരാം. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. ഓക്കെ സാർ, ഇപ്പോൾ പറയുന്ന തരത്തിലുള്ളൊരു, ഞാൻ ഇത് പറഞ്ഞുകൂടി എൻ്റെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ശരിക്കും ഒരു മതവിശ്വാസം അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു ഹൈന്ദവനായ സുഹൃത്തിനെ, ഒരു ക്രൈസ്തവനായ സുഹൃത്തിനെ പള്ളി വരെയോ അമ്പലം വരെയോ ഡ്രോപ്പ് ചെയ്യുകയും നീ നിൻ്റെ ആരാധന കഴിഞ്ഞു വരൂ, ഞാൻ ഇവിടെ വാദിക്കലുണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരാമെന്നോ പറയുന്നിടത്ത് അതിനപ്പുറത്തേക്ക് ആ പള്ളിയിൽ കയറുക എന്നുള്ളതല്ല ശരിക്കും, അതാവരുത് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഡെഫിനിഷൻ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് ബെസ്റ്റ്, അതാണ് നല്ലത്. ശരി ശരി. എന്തായാലും ഇപ്പോൾ നമ്മളെ വിശേഷങ്ങൾ വടക്കൻ വീരഗാഥയിലാണ് തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ ഫെബ്രുവരി എനിക്ക് ഒരു കാര്യം കൂടെ, കാരണം ഹരിഹരൻ എന്ന സംവിധായകനെ പറ്റി പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ഉറപ്പായിട്ടും നമ്മൾ അതാണ് തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഹരിഹരൻ ഈ വടക്കൻ വീരഗാഥയിലത്തെ ഹീറോ ആരെന്ന് മമ്മൂട്ടിയല്ല, സംവിധായകൻ ഹരിഹരനാണ്. കാരണം അത് അതേപോലെ എടുക്കാനായിട്ട് പറ്റിയതും ഇപ്പം എം ടി വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റ് അതിൽ, കാരണം എം ടി വാസുദേവൻ നായർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വിശ്വാസങ്ങളുള്ള ഒരു നായകനെ, ഒരു വില്ലനെ നായകനായിട്ട് മാറ്റിയിരിക്കുകയാണ്. അത് എഴുതാൻ എളുപ്പമാണ്. വടക്കൻ പാട്ടിലെ ചന്തു ചതിയനാണ്. ആ ചതിയനെ നായകനാക്കി മാറ്റാനായിട്ട് എഴുതാൻ വളരെ എളുപ്പമാണ്. എം ടിക്ക് അത് എഴുതി വെക്കാം വേറൊരു തലത്തിൽ നിന്ന് വാക്കുകളിൽ കൂടെ. പക്ഷെ അതിനെ സ്ക്രീനിൽ ഫലിപ്പിക്കുന്ന ഷോട്ടുകളാണത്. ആ ഷോട്ടുകൾ എടുക്കണമെങ്കിൽ ഒരു ഭയങ്കര പ്രഗത്ഭനായ ഒരു സംവിധായകന് മാത്രമേ പറ്റൂ. അങ്ങനെ വളരെ പ്രഗത്ഭനായ ഒരു സംവിധായകനാണ് അദ്ദേഹം. അത് എനിക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ചെയ്ത കുറേ കാരണം ഇതിങ്ങനെ എം ടി വാസുദേവനോടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ സ്ക്രീനിൽ കാണിക്കണമല്ലോ, ആൾക്കാർക്ക് കൺവിൻസ്ഡ് ആവണമല്ലോ, അല്ലെങ്കിൽ ഓടില്ല പടം. ഇതെന്താ പറ്റി അത് ആൾക്കാർ കൺവിൻസ്ഡായി. അയാൾ ഒരു ചന്തു ഒരു ചതിയനല്ല, ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു മനുഷ്യനാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് എം ടിയുടെ സ്ക്രിപ്റ്റ് കൊണ്ടല്ല, ഹരിഹരൻ്റെ സംവിധാനം കൊണ്ടാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി. അപ്പോൾ എന്താ പറയുക, വടക്കൻ പാട്ടിലെ ചന്തു ചതിയനല്ല എന്ന് വീണ്ടും വിളിച്ചു പറയാൻ വേണ്ടി വടക്കൻ വീരഗാഥ ഫെബ്രുവരി 7-ാം തീയതി നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ സാർ എന്തായാലും തിയേറ്ററിൽ തന്നെ വീണ്ടും കാണാൻ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? അത് ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും. എനിക്കറിയാം, ഞാൻ ഈ സിനിമയിലാണല്ലോ വന്നപ്പോൾ അവരൊക്കെ ഈ യങ്സ്റ്റേഴ്സായ സംവിധായകന്മാരും എഡിറ്റേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനെപ്പറ്റി അവർ കേട്ടിട്ടേ ഉള്ളൂ. കാരണം അവർ ജനിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു സിനിമയാണ്, ഒരു സ്റ്റഡി മെറ്റീരിയൽ കൂടിയാണല്ലേ? അതൊരു ഒരു മ്യൂസിയത്തിലൊക്കെ വെക്കേണ്ട ഒരു സാധനമാണത്. ഈ റെഫറൻസ്, ഈ സിനിമ, ഒരു എപ്പിക് ഫിലിം. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ആഘോഷിക്കുന്ന ബാഹുബലി, മലയാളത്തിൻ്റെ ബാഹുബലിയാണ് വടക്കൻ വീരഗാഥ. അത്രയും ഗംഭീരമായിട്ടുണ്ട്. അതിലത്തെ ക്ലൈമാക്സിൽ ഈ ജനക്കൂട്ടം, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. പക്ഷെ നമുക്ക് അന്ന് തോന്നിയില്ല. ഈ ബാഹുബലി കണ്ടപ്പോഴാണ് അയ്യോ മഹത്തായ പടം എന്ന് പറയുന്നത്. പക്ഷെ ഇത് കണ്ടിട്ടില്ല, ഇപ്പോഴത്തെ ജനറേഷൻ കാണണ്ടേ. അത് കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. എന്തായാലും ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷന് 1000 നന്ദി. വീണ്ടും അത് അദ്ദേഹത്തിന്റെ മക്കളാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അവര് മക്കളാണ് അതിന്. അത് ഗംഗാട്ടൻ്റെ PVG വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ആ കുട്ടികളത് സാഫല്യത്തിൽ വരുത്തുന്നു. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം സാർ. ചുരുങ്ങിയ സമയം കുറേ കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും വടക്കൻ വീരഗാഥ ഞങ്ങളെപ്പോലെയുള്ള യങ്സ്റ്റേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പാകത്തിൽ വീണ്ടും തിയേറ്ററിലേക്ക് വരുന്നു. ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.